ഇന്ന് നമുക്കിവിടെ ഒരു നാടൻ സ്റ്റൂ ഉണ്ടാക്കാം. നാടൻ സ്റ്റൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എല്ലാവരും തേങ്ങാപ്പാൽ പൗഡർ കൊണ്ടാണ് മിക്കവാറും ആളുകൾ ഉണ്ടാക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കായി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 ഉള്ളി അരിഞ്ഞത് എടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം 3-ാം പാലിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് വേവണം. അപ്പോൾ 3-ാം പാലിൽ പകുതി പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ആദ്യം വേവിക്കുന്നത്. അടച്ച് വെച്ചാണ് വേവിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്നപ്പോൾ ഒരു ഏകദേശം ഒരു പകുതിയിലധികം വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ചുകൂടി തേങ്ങാപ്പാൽ, അതിന് മുന്നേ പൊട്ടറ്റോ വേവിച്ചിട്ട് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റോ ഇട്ടിട്ട് പിന്നെ ബാക്കി കുറച്ച് 3-ാം പാലിൽ തന്നെ ബാക്കി കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ വേവിക്കാൻ വെച്ചു. ഈ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന സ്റ്റൂവിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇളം തേങ്ങയുടെ പാലെടുക്കുക, അപ്പോൾ നല്ല പാലും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി നല്ലപോലെ വേവിച്ച ശേഷം ആണ് 2-ാം പാൽ ഒഴിക്കുന്നത് കേട്ടോ. ഇളം തേങ്ങ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ പച്ച തേങ്ങയാണ് കേട്ടോ. നല്ല പച്ചത്തേങ്ങ, ഉണങ്ങിയ തേങ്ങയിൽ നിന്നല്ല, പച്ചത്തേങ്ങയിൽ നിന്ന് എടുക്കുന്ന പാല്. ഇപ്പം ഞാൻ 3-ാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെടെ റെഡിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇത് കിടക്കട്ടെ കേട്ടോ. ഇതിലിത്തിരി ബുദ്ധിമുട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ പിഴിയൽ തന്നെയാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പം തന്നെയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നല്ല പച്ച തേങ്ങാപ്പാൽ എടുത്തിട്ട് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.